വലിയ വായിലുള്ള ഗൗതമിൻ്റെ നിലവിളി അവിടെ മുഴങ്ങിക്കേട്ടു. ഞാനിപ്പോൾ എവിടെയാ? മുഖത്ത് നിന്നും പുതപ്പ് മാറ്റിക്കൊണ്ട് ഗൗതം ഒന്ന് ചിന്തിച്ചുപോയി. നോക്കുമ്പോൾ ദേ കാണുന്നു കയ്യും കയറ്റി വരുന്ന ഘടോത്കചൻ. നിനക്ക് പ്രാന്താണോടാ? നിലത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ഗൗതം ചോദിച്ചു. അവൻ്റെ ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിൽ ഒരു അതിര് കാണും. കാണും എല്ലാത്തിനും ഒരു അതിര്. പട്ടി, രാവിലെ തന്നെ ആ അതിര് കാണാൻ വേണ്ടിയാണോടാ നീ എന്നെ ചവിട്ടി താഴിട്ടത്? നിനക്കേ ഭ്രാന്താ, മുഴുഭ്രാന്ത്. ഉറങ്ങാനും സമ്മതിക്കാത്ത ഒന്നുമില്ലെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേടാ. ഗൗതം സെന്റി അടിച്ചു. നന്ദൻ ദേഷ്യത്തോടെ അവൻ്റെ പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. ഡാ, നീ ഇന്നലെ എന്താടാ പറഞ്ഞത്? മണി ഉദ്ദേശിച്ചത് ശ്രുതിയെ പറ്റിയാകുന്നു അല്ലേ? മുണ്ടും മടക്കി കുത്തി വരുന്ന നന്ദനെ കണ്ടതും ഗൗതം അപകടം മണത്തു. മെല്ലെ നിന്നിടത്തു നിന്നും അല്പം നീങ്ങി. സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. വേണ്ടടാ, ഞാൻ ഓർമ്മിപ്പിക്കാം. അതും പറഞ്ഞുകൊണ്ട് നന്ദൻ മുന്നോട്ട് നടന്നതും ഗൗതം പിന്നെ ഒന്നും നോക്കിയില്ല. കട്ടിലും കടന്ന് ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക്. നിനക്കെന്താടാ, ഭ്രാന്താണോ? എന്തിനാടാ ദ്രോഹി വെറുതെ മനുഷ്യനെ കൊല്ലാൻ വരണേ? നിന്റെ വാക്ക് കേട്ട് മനുഷ്യന്റെ പാതി ജീവൻ എന്നല്ല രാത്രി പോയത്. ഒരു പോള കണ്ടിച്ചിട്ടില്ല. ഡാ ഞാൻ വെറുതെ അത് അനുമാനിച്ചതല്ലേ. അവൻ്റെ ഒരു അനുമാനം. നീ പറഞ്ഞത് വല്ലോ ശരിയായിരുന്നെങ്കിൽ കള്ള മോനെ കൊന്നേനട പന്നി. നല്ല വെറൈറ്റി തെറികൾ. ഗൗതം ചെവിയിൽ വിരലിട്ടൊന്ന് കുടഞ്ഞു. ഉഫ്, എൻ്റെ മഹാദേവ, എവിടുന്ന് പഠിക്കുന്നു ഇത്രയും ശുദ്ധമായ ഭാഷ? ഗംഗയെ 2 പ്രാവശ്യം മുങ്ങിയാലും ഇതിൻ്റെ നാറ്റം പോകില്ല. എൻ്റെ പെങ്ങളെ, എത്ര എണ്ണമുണ്ട്, എന്നിട്ടിതിന് മാത്രം വൈ? ഗൗതം ഊരയും തടവി വല്ലാത്തൊരു എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു. തെണ്ടീ! അലറി വിളിച്ചുകൊണ്ട് കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് ഓടുകയാണ് മണി. ഒറ്റയ്ക്കല്ല, മുൻപിൽ കാറിക്കൊണ്ട് കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളും പിടിച്ചുകൊണ്ട് പാറു. അയ്യോ അമ്മ, രക്ഷിക്കണേ, ഈ മറുത എന്നെ കൊല്ലുന്നേ! അവൾ ജീവനും കൊണ്ട് ഓടുകയാണ്. നിക്കടി പിശാചേ, നിക്കൂലടി പട്ടി! പാറു ഉള്ള ജീവനും കൊണ്ടോടി. ഓടിത്തളർന്ന് രണ്ടും നിന്ന് തൊടിയൻ. പാറുവിന് മണിയെ അല്പം പേടിയുള്ളത് കൊണ്ട് തന്നെ അടുത്തു പോലും വരാൻ നിന്നില്ല. കയ്യിൽ വടിയാണേ, മണിയാണേ തല്ലിയിരിക്കും. നീ എന്തിനാണ് പുല്ലേ എന്നിങ്ങനെ ഇട്ടോടിച്ചേ? കിതച്ചുകൊണ്ട് പാറു ചോദിച്ചു. അല്പം മാറി കാൽമുട്ടിൽ കയ്യും കുത്തി നിന്ന് കിതപ്പ് മാറ്റാൻ കഷ്ടപ്പെടുന്ന മണി അതിനിടയിലൂടെ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ശേഷം നെഞ്ചിലൊന്ന് ഒഴിഞ്ഞ് കിതപ്പ് മാറ്റി. നീ എന്താടി പറഞ്ഞത് പുല്ലേ? നിന്റെ ഏട്ടൻ്റെ കണ്ണി പൊടി പോരാവൂന്ന് എന്നല്ലേ? ആ, അതിലെന്താ എത്ര സംശയം? പാറു നിഷ്കളങ്കമായി ചോദിച്ചു. കുട്ടിക്ക് തെല്ലും പതർച്ചയില്ല. പൊടിയല്ലടി നാറി, ഇത്രയും പോകുന്ന കുഴക്കട്ട. കൈ ഉരുട്ടി കാണിച്ചുകൊണ്ട് മണി പറയുന്നത് കേട്ട് പാറു ആലോചനയിലാണ്. അതെങ്ങനെ? ഡേ കോപ്പേ, നിന്റെ ഒരാളുടെ സംശയം കാരണം ഇന്നലെ രാത്രി എനിക്ക് അറ്റാക്ക് വന്നിരുന്നെങ്കിലോ? പട്ടി, നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമൊക്കെയാണടി, അവൾ വാശിയോടെ പറഞ്ഞു. നിന്നോട് പറഞ്ഞോ? പാറു വീണ്ടും ഇടങ്കോലിട്ടു. ഒരു നിമിഷം മണി ഒന്ന് ആലോചിച്ചു. ഇല്ല അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കഴിച്ചതോ? അത് വിശന്നിട്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ തിന്നത് മുഴുവൻ ഞാൻ പുറത്തെടുക്കും. അവളൊരു വാശിയോടെ മുഖം കയറ്റി. അതാണ് പറയുന്നത്, പറഞ്ഞത് മാത്രം വിശ്വസിക്കാൻ പാടുന്നു. അതും പറഞ്ഞുകൊണ്ട് തലയിൽ നിന്നും വീഴാനൊരുങ്ങിയ തോർത്തുമുണ്ട് ഒന്നുകൂടെ തലയിൽ ചുറ്റിവെച്ചു. അലക്കിക്കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം നിലത്ത് വീണ് കിടപ്പുണ്ട്. അതും കയ്യിലെടുത്തുകൊണ്ട് പാറു നടന്നു. തെണ്ടി, നെഗറ്റീവ് പറ്റി. മണി ദേഷ്യം കൊണ്ട് നിലത്ത് കിടന്ന പൊന്തൻ തേങ്ങയെടുത്ത് അവളുടെ പുറത്തായി തന്നെ എറിഞ്ഞു. പാറു പുറത്തും കൈവച്ച് ഒന്ന് തിരിഞ്ഞു വന്നപ്പോഴേക്കും മണി ഓടി. ശോഭേ, ശ്രുതി എഴുന്നേറ്റില്ലേ ഇതുവരെ? ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിക്കുന്നതിനിടെ അമ്മ ചോദിച്ചു. ശോഭാപ്പച്ചിയുടെ മുഖം ഒന്ന് പതറി. അത് അവൾ ബാംഗ്ലൂരല്ലേ, അവൾക്കെല്ലാം അവിടുത്തെ ശീലങ്ങളാണല്ലോ. ബാംഗ്ലൂർ എല്ലാവരും ഉച്ചയ്ക്കാണോ എഴുന്നേൽക്കുന്നത് ആൻറ്റി? മണിയുടെ ചോദ്യം എത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടെ എല്ലാവരും കൂട്ടച്ചിരിക്ക് തുടക്കം കുറിച്ചു. മണിയെ കണ്ണുരുട്ടി നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശോഭ അതൊന്ന് മാറ്റിവെച്ചൊന്ന് ചിരിച്ചു. അത് ഓരോരുത്തരുടെ ശീലങ്ങളല്ലേ മോളെ. അല്ല, മോളിപ്പോൾ പഠിക്കാനൊന്നും പോണില്ലേ? തേഞ്ഞു, മണി തേഞ്ഞു. കൂടെ ഇരുന്നിരുന്ന പാറുവിൻ്റെ മണ്ടേ തരിപ്പ് കയറി. മണി പെട്ടു എന്ന അവസ്ഥയിലും ഗൗതം വെറുതെ ചോദിച്ചു വാങ്ങിയെന്ന കണക്കിയിരിക്കുകയാണ്. നന്ദൻ ഫുൾ കോൺഫിഡൻസിലും. മണിയല്ലേ, ഉത്തരം ഉണ്ടാകും. കോടീശ്വരനിലെ ഗുരുജിക്ക് പോലും ഇല്ലാത്ത തലയാ. കുരുട്ടുബുദ്ധിയിൽ ഇവളെ കണ്ട ബാക്കിയുള്ളവരങ്ങ് മാറി നിൽക്കണം. അയ്യോ, ഒന്നും പറയണ്ട ആൻറ്റി. ഒരു ദിവസം ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന സാറന്ന് ലീവ്. പിന്നെ പഠിക്കാൻ ത്വരമൂത്ത് വന്ന പിള്ളേരല്ലേ എന്ന് കരുതി ഞാനങ്ങ് ക്ലാസ് എടുത്തു കൊടുത്തു. എൻ്റെ ദൈവമേ, പിന്നെ പറയണ്ട, എല്ലാവരും എൻ്റെ ഫാൻസായി മാറി.
ഏത് സബ്ജക്റ്റ് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്തോട്ട് വരും. ഇതൊന്ന് പറഞ്ഞതാ മണി, അതൊന്ന് പറഞ്ഞതാ, ആകെ കൂടി ബഹളം. അതെല്ലാം കണ്ട അസൂയ മൂത്ത സാറുമാർക്ക് മനസ്സിലായി എന്നെ അധിക നാൾ അവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്ന്. കാരണം എന്താ? അവൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരും കഴിപ്പൊക്കെ നിർത്തി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. അവൾക്ക് ചിരി പൊട്ടി. അത് പല്ലിൽ കടിച്ചമർത്തി. ചോദിക്കുക എന്താണെന്ന് അവൾ പറഞ്ഞു. എന്താ? ഗൗതം ആകാംക്ഷയോട് ചോദിച്ചു. അടുത്തിരുന്ന നന്ദൻ അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു ഞെരുക്കി. മൊത്തം തള്ളാണ് എന്നറിഞ്ഞിട്ടാ അവൻ്റെ ഒരു ആകാംക്ഷ. ആ, അങ്ങനെ ചോദിക്കേ. വേറൊരു അസൂയ. അവരെക്കാൾ നന്നായി ഞാൻ പഠിപ്പിച്ച അവരുടെ ജോലിയെങ്ങാനും പോയാലോ? ഏത്? അവസാനം ആ അസൂയ കാരണം എന്നോട് വീട്ടിലിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ, അമ്മായിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അമ്മായിയെ നോക്കി ചോദിച്ചതും അവർ ഇതെന്ത് ജീവി എന്ന കണക്കെ അവൾ നോക്കുകയാണ്. കേട്ടു നിന്നവരെല്ലാവരും ചിരിയൊതുക്കാൻ കഴിയാതെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ മാറ്റി. പിന്നെ അമ്മായി ഒന്നും ചോദിക്കാൻ പോയില്ല. പിടിച്ചതിലും വലുതാണെങ്കിലോ മാളത്തിൽ മണി അല്പം അഭിമാനത്തോടെ ഇരുന്നു. ഡി, കഴിഞ്ഞ തവണ നിന്നോട് സെമിനാർ എടുക്കാൻ പറഞ്ഞതിന് നീ തന്നെയല്ലേ മാഷിനെ ചീത്ത പറഞ്ഞ് പ്രശ്നമാക്കിയത്? അതിൻ്റെ പ്രശ്നം പോലും തീർന്നിട്ടില്ലല്ലോ, എന്നിട്ടാണ് ഒരു കോപ്പ എന്തിനോട് അസൂയ? പാറു ചുണ്ടിളക്കിക്കൊണ്ട് പറഞ്ഞു. മിണ്ടാതി ചെടി നാറി. മണി നൈസായി ഒന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരിയോടെ നന്ദൻ ഭക്ഷണത്തിൽ ശ്രദ്ധ നൽകി. നന്ദേട്ടൻ എവിടെ അമ്മ? ശ്രുതിയുടെ ശബ്ദം കേട്ടതും റൂമിൽ റൂഫും നോക്കി കിടന്നിരുന്ന മണി ചാടി എഴുന്നേറ്റു. ഫോളോ ചെയ്യേണ്ടതല്ലേ? അവൻ കുളപ്പരയിലേക്ക് പോയതാ. നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നവരെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, വന്നിട്ട് സംസാരിക്കാം. ആദ്യം നീ പോയി കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വാ. അവളുടെ ഒരു കുറ്റിയുടുപ്പും ചെല്ല്. എന്നിട്ട് വല്ല ചുരിദാറോ പാവാടയോ ഇടാൻ നോക്ക്. പതിഞ്ഞ സ്വരത്തിൽ അമ്മായിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കൂടെ ചിണുങ്ങിക്കൊണ്ടുള്ള ശ്രുതിയുടെ ശബ്ദവും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിയാക്കിത്തരാം. പക്ഷെ ആദ്യം ശരിയാക്കേണ്ട ചീങ്കണ്ണി ഇപ്പോഴും വെള്ളത്തില. അവൾ എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ അവിടെ നിന്നും ഇറങ്ങി. ഉമ്മറത്തെത്തിയതും കണ്ടു തിണ്ണയിൽ 2 സൈഡിലേക്കായി കമിഴ്ന്നു കിടന്ന് നടുവിലെ ഫോണിൽ തോണ്ടിക്കളിക്കുന്ന ഗൗതമിനെയും പാറുവിനെയും. അവൾക്ക് തൊട്ടടുത്തായി തന്നെ കസേരയും വലിച്ചിട്ടിരിക്കുന്ന മുത്തശ്ശിയും. അയ്യേ, ഏട്ടൻ ചമ്മിപ്പോയേ, ഏട്ടനെ പാമ്പ് വിഴുങ്ങിയേ, അയ്യേ. പാറു ഗൗതമിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പോടി, നോക്കിക്കോ, ഈ ഗൗതം കയറി വരുന്നത് ഏത് പണ്ടാറക്കാലിനാണാവോ 99 കാലമാടം പാമ്പിനെ കൊണ്ടുവച്ചത്. എന്തൊക്കെയോ പെറുപെറുത്തു കൊണ്ട് കളിക്കുന്ന ഗൗതമിനെ കണ്ട് മണി മെല്ലി ഒന്ന് എത്തി നോക്കി. പാമ്പും കോണിയും. മണി വായേം തുറന്നുകൊണ്ട് അവരെ നോക്കി നിന്നുപോയി. ഡേ മണി, ഉണ്ടേൽ പോര്, ഇങ്ങനെ ഇപ്പം തോക്കും, പുതിയ കളി തുടങ്ങാം. പാറു മണിയോടായി പറഞ്ഞു. മണിയുടെ നോട്ടം ചെന്ന് പതിഞ്ഞത് കുട്ടികളെ പോലെ തല്ലുകൂടുന്ന ചേട്ടനിലാണ്. ഇത് ഫൗളാ, ഞാൻ തോറ്റിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല. പറ്റില്ല, ഗൗതമേട്ട തന്നെയാ തോറ്റത്. തോറ്റവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. പാറുവും വിട്ടുകൊടുത്തില്ല. അങ്ങനെയാണോ? ഇതേ എൻ്റെ ഫോണാ. എന്നെ കൂട്ടാതെ മുത്തശ്ശിയും പേരക്കുട്ടിയും കളിക്കുന്നത് എനിക്കൊന്ന് കാണണം. തോറ്റു കഴിഞ്ഞാലുള്ള ഗൗതമിൻ്റെ സ്ഥിരം നമ്പർ എടുത്തു. ഫോൺ എടുത്ത് വെക്കുക. അവസാനം സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് അതൊന്ന് പുറത്തേക്കെടുത്തത്. ഏട്ടൻ എന്തിനാ പഠിപ്പിക്കാൻ പോകുന്നത്? മണി ദയനീയമായി ചോദിച്ചു. അത് നിനക്കറിയില്ലേടി, ഹൈസ്കൂളിൽ കെമിസ്ട്രി. ഗൗതം അഭിമാനപുളകിതനായി. ഞാനതല്ല ചോദിച്ചത്, എന്തിനാ പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. കഷ്ടം തന്നെ, 3 ചെറിയ കുട്ടികളാണെന്നാ വിചാരം. അവൾ പറഞ്ഞതും പാറു അവളെ കണ്ണുരുട്ടി നോക്കി. ആഹാ, അപ്പം നീ ചെറിയ കുട്ടിയായതുകൊണ്ടാണോ മിനിയാന്ന് കുട്ടിയും കോലും കളിക്കാൻ പോയത്, പാടത്ത് പന്ത് കളിക്കാൻ പോകുന്നത്? എന്നിട്ട് പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ? പാറു ഉറഞ്ഞു തുള്ളിയപ്പോൾ തന്നെ മണി ഒന്നും അറിയാത്ത എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് മെല്ലെ അവിടെ നിന്നും തടി ഊരി. പാടവരമ്പത്ത് കൂടെ ആടിപ്പാടി നടന്നുകൊണ്ട് അവൾ കുളിപ്പടവിൽ എത്തി നിന്നു. വാതിൽ പകുതി ചാരി വെച്ചിട്ടുണ്ട്. വെള്ളം കലങ്ങി മറിയുന്ന ശബ്ദവും കൂടെ ചെറിയ രീതിയിൽ പാട്ടിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അവൾ യാതൊരു കൂസലും കൂടാതെ വാതിലൊന്ന് തള്ളി തുറന്നു. ആഗ്രഹം, വേറൊരു ആഗ്രഹം. വാതിലിലെ ശബ്ദം കേട്ടാൽ അവൻ തിരിഞ്ഞു നോക്കുന്നു. അവൻ്റെ ഭാവം കണ്ടാൽ മനസ്സിലാക്കാലോ ഇഷ്ടമുണ്ടോ എന്ന്. എവിടെ, ചങ്കരം തെങ്ങുമ്പോൾ തന്നെ ഒരു തിരിഞ്ഞു നോട്ടം. അവൾ ഈ പ്രാവശ്യം വാതിലൊന്ന് ഉറക്കെ അടച്ചു. നീന്തി തുടിക്കുന്ന അവനെല്ലാം കേൾക്കാൻ പാകത്തിനായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി നിറഞ്ഞുവെങ്കിലും അവനത് ശ്രദ്ധിക്കാത്ത മട്ടെ നീന്തൽ തുടർന്നു. അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രങ്ങളും ഫോണുമെല്ലാം ഇരിക്കുന്നിടത്തേക്ക് ചെന്നിരുന്നു. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ മനോഹരമായി തീർന്ന ഗാനം അവിടെ ഒഴുകി തുടങ്ങിയിരുന്നു. അവൾ കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു. കാണേണ്ട സാഹചര്യങ്ങൾ പോലും അവനവളെ മനഃപൂർവ്വം ഒഴിവാക്കി.
അവൾ മെല്ലെ ഒന്ന് മൂളി വിളിച്ചു. അവൻ കേൾക്കാത്ത മട്ടെ നീന്തിക്കൊണ്ടിരുന്നു. അതെ. ഇപ്രാവശ്യം അവളൊന്ന് നീട്ടി വിളിച്ചു. അവൻ പെട്ടെന്ന് തന്നെ ഒന്ന് നിന്നു. മെല്ലെ നീന്തി കാലെത്തുന്നൊരിടത്തേക്ക് നീങ്ങിക്കൊണ്ട് മെല്ലെ ചുറ്റിലുമുള്ള വെള്ളം തെരുത്തു മാറ്റി മുഖമൊന്ന് അമർത്തി തുടച്ചു. എന്താ, നീ എന്താടി ഇവിടെ? വല്ലാത്തൊരു ഗൗരവത്തോടെയായിരുന്നു അവൻ ചോദിച്ചത്. അവളുടെ ചുണ്ടുകൾ കൂർത്തു. എനിക്കൊരു കാര്യം അറിയണം, അതിനുവേണ്ടി വന്നതാ. അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾക്കെന്തോ പതർച്ച തോന്നിയില്ല. ഇയാൾക്കെന്നെ ഇഷ്ടമാണോ? ഒരു കൂസലും കൂടാതെയായിരുന്നു അവളുടെ ചോദ്യം. കേട്ടുനിന്ന അവൻ പോലും ഞെട്ടി. എന്നിട്ടും അവൾ കുലുങ്ങുന്നില്ല. പ്രതീക്ഷയോടെ തൻ്റെ ഉത്തരത്തിനായി കാത്തു നിൽക്കുന്നവളെ കണ്ട് അവന് കുസൃതി തോന്നി. അവൾ അല്പം ഗൗരവം എടുത്തണഞ്ഞു. ഏതിയാൾക്ക്? അവൻ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളൊന്ന് ചുണ്ടു കുറിപ്പിച്ചു. ഇയാൾക്ക് തന്നെ, നന്ദേട്ടന്. അവൾ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. അല്ലല്ലോ. അവൻ്റെ ആ ഉത്തരം തന്നെ അവളുടെ കണ്ണുകൾ നിറച്ചു. ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി. പെട്ടെന്ന് സങ്കടത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളും അതിനേക്കാൾ അവളിൽ പരിഭവം നിറഞ്ഞു. എന്നിട്ട് എന്തിനാ എന്നെ ഉമ്മ വെച്ചേ? എന്നോട് കണ്ണീ നോക്കാൻ പറഞ്ഞേ? എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് കപ്പ വാങ്ങിക്കഴിച്ചേ? അതൊന്നും ഇഷ്ടമില്ലാത്തോണ്ടാണോ? പറ. അവൾ വാശിയോടെ ചോദിക്കുന്നത് കേട്ട് അവനും ചിരി പൊട്ടിയിരുന്നു. അവനത് മെല്ലെ മറച്ചു വെച്ചു. അതൊക്കെയാണോ ഇഷ്ടം? അവൻ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചതും പിന്നെയും ആ പെണ്ണിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കരച്ചിലോടെ പടിയിൽ നിന്നും എഴുന്നേറ്റു. ദുഷ്ടൻ, എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്തിനാ നോട്ട് ചെയ്ത്? എന്തിനാ ഒരു നിമിഷം മോഹിപ്പിച്ച്? ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടന്നതിൻ്റെ കൂലിയാണോ തന്നത്? അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നന്ദൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ഓർമ്മ വെച്ച കാലം മുതൽ? നീ ഇപ്പം എന്താ പറഞ്ഞേ? അവൻ പടവിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു. അവൾ ഒരു നിമിഷം ഞെട്ടി. അവൾ അവനെ ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ പുറത്തേക്ക് ഓടാൻ നിന്നതും അവൻ അവളെ പിടിച്ചു വലിച്ചതും ഒത്തായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലായി തന്നെ ഇടിച്ചു നിന്നു. വിട്, എനിക്ക് പോകണം. അവൾ അവൻ്റെ കയ്യിൽ കിടന്നൊന്ന് കുതറി. മണി, നീ എന്താ പറഞ്ഞേ? അവൻ വീണ്ടും ചോദിച്ചുവെങ്കിലും ചുവന്ന കണ്ണുകൾ അവനിലേക്ക് ഒരിക്കൽ പോലും പാറി വീണില്ല. അവൾ ദേഷ്യത്തോടെ നോട്ടം മാറ്റി. മണി, പറ. ഓർമ്മ വെച്ച നാളെ മുതൽ മനസ്സിൽ കൊണ്ട് നടന്നുവെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അവൾ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് വയ്യായിരുന്നു അവൻ്റെ മുൻപിൽ പിന്നെയും ഒരു കോമാളിയായി മാറാൻ. അവൻ അവളുടെ കയ്യിൽ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തു. അപ്പം ഞാൻ കേട്ടതോ? അവൻ ഗൗരവത്തോടെ മുഖം അവൾക്ക് നേരെ താഴ്ത്തിക്കൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ അവന് നേരെ ഉരുണ്ടു. ആ കണ്ണുകളിലെ ചുവപ്പ് രാശി സങ്കടത്തേക്കാൾ ഉപരി അവളുടെ ദേഷ്യത്തിൻ്റെ തെളിവ് കൂടിയായിരുന്നു. പറഞ്ഞത് സത്യവാ. എൻ്റെ ഓർമ്മയിലുള്ള മുഖങ്ങളിൽ ആരെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് നിങ്ങളെ തന്നെയായിരുന്നു. എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി. അതിന്നോ ഇന്നലെ അല്ല, നിങ്ങളുടെ മനസ്സിൽ മുകിൽ കയറി കൂടുന്നതിൻ്റെ എത്രയോ മുന്നേ. എൻ്റെ പ്രണയത്തിന് 10 വർഷത്തെ കഥകൾ പറയാനുണ്ട്. അന്നും എന്നെ തോൽപ്പിച്ചു. ഇന്നും എനിക്ക് വയ്യ. ഇനിയും എന്നെ വിട്ടേക്ക്. ഒരു തമാശയാവാൻ ഇനി വരില്ല. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. 10 വർഷം. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീരിരുണ്ടുകൂടി. ഒരിക്കൽ പോലും തനിക്ക് മനസ്സിലായില്ലല്ലോ. അവൻ്റെ കൈ ബലമായി എടുത്തു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു മണി. പൊടുന്നനെ അവൻ അവളെ ഇറുകെ പുണർന്നു. അവളൊന്ന് ഞെട്ടി. കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളുടെ കൈകൾക്ക് ശക്തി കുറഞ്ഞു. അവൻ്റെ ശരീരത്തിലുള്ള നനവ് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു. അവൾക്ക് ശ്വാസം പോലും വിടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നെഞ്ചിലെ രോമക്കാടുകളിൽ മുഖമമർന്നു. അവൻ്റെ താടി രോമങ്ങൾ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടി. അവൻ്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ പലതവണ പതിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു നീ എന്നെ, നിൻ്റെ പ്രണയത്തിൻ്റെ അത്ര ആഴില്ലെങ്കിലും എനിക്കും പറയാനുണ്ടടി 3 വർഷത്തെ പ്രണയം. എന്നോട് തല്ലുകൂടി എന്നോ ഉള്ളി കയറിപ്പോയടി. ഇനിയും പറഞ്ഞില്ലേ, ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. അവൻ്റെ വാക്കുകൾ അവളിൽ ഞെട്ടലുണ്ടാക്കി. അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. കൂടെ അവ നിറഞ്ഞ് രക്തവർണ്ണമായി. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവനിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാത്ത മട്ടെ അവളുടെ കൈകളും അവനെ വട്ടം പിടിച്ചു.